ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ ഒരു പുതിയ വിഭവമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഞണ്ട് റോസ്റ്റ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന സാധനം, നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1/2 കിലോ ഞണ്ട് ക്ലീൻ ആക്കിയതാണ്, നല്ല വൃത്തിയായി ശരിയാക്കിയതാണ്. പിന്നെ സവാള 3 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്. തക്കാളിക്ക് ഒരു മീഡിയം തക്കാളിക്ക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്. പിന്നെ പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. പിന്നെ കരിവേപ്പില ആവശ്യത്തിന്. മുളക് പൊടി 2 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. കടുക് ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. വെളിച്ചെണ്ണ ആവശ്യത്തിന്. കരിവേപ്പില നമ്മൾ പറഞ്ഞല്ലോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടുന്നത്. നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങിക്കളയാം. അതിനായിട്ട് നമുക്കിനി സ്റ്റൗ കത്തിക്കാം. ഇനി അതിലേക്ക് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അന്നേരം ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞ് ഓരോന്നായിട്ടിട്ട് മൂപ്പിച്ചാലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂക്കണം. ഇനി നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇത് മൂക്കാനായിട്ട്. കഴിഞ്ഞു പോകും. ഇനി അതിലേക്ക് എന്നാലും അതിന് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ച് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. 2-3 അല്ലി കരിവേപ്പില. 2-3. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മീഡിയം ടൈപ്പ് സവാളയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് വഴറ്റി കൊടുക്കാം. വെള്ളാൻ ആവശ്യമായ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് വഴലും. അതെല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ. ഒരു 4 മിനിറ്റ് വെള്ളം ഒന്ന് വഴലട്ടെ. ഈ ഞണ്ട് റോസ്റ്റിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു കഥ പറയാനുണ്ട്. ചെറിയൊരു കഥ. ഇത് എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. അച്ഛനുള്ള കാലത്ത് അച്ഛൻ കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഞണ്ട് ശരിക്കും വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. അന്നേരം അമ്മ ഇതേപോലെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഈ ഞണ്ട് റോസ്റ്റ്. അമ്മയിൽ നിന്നാണ് ഞാൻ ഈ റെസിപ്പി പഠിച്ചത്. അമ്മ ഞണ്ട് റോസ്റ്റും ഞണ്ട് കറിയും ഒക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കും. അച്ഛന് അത് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാനും ഞണ്ട് കറി വയ്ക്കാൻ പഠിച്ചത്. ഞണ്ട് റോസ്റ്റും ഞണ്ട് കറിയൊക്കെ. ഇനി നമുക്ക് ഞണ്ട് കറിയുടെയും ഒരു റെസിപ്പി ഇടണം. അത് വേറെ ദിവസം ആവട്ടെ അല്ലേ ചേട്ടാ? റോസ്റ്റ് നന്നായി വരട്ടെ. ഇപ്പം ഉള്ളി ഒരു പകുതിയോളം വഴന്നിട്ടുണ്ട്. ഈ ഉള്ളി നല്ലപോലെ വഴണ്ട് കഴിഞ്ഞാൽ കറിക്ക് നമ്മുടെ ഈ റോസ്റ്റിന് നല്ല ടേസ്റ്റാണ്. അതിപ്പോൾ ഏത് കറി ഉണ്ടാക്കിയാലും ഉള്ളി നല്ലപോലെ വഴണ്ടാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ചുവന്നുള്ളിയും കൂടി ചേർത്താലും കറിക്ക് ഈ റോസ്റ്റ് നല്ല ടേസ്റ്റ് കൊടുക്കും. നമ്മൾ ചുവന്നുള്ളി ഇട്ടിട്ടില്ല. ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയാലും നല്ല ടേസ്റ്റായിരിക്കും. അത് ഓപ്ഷനിലാണ്. അപ്പം നമ്മുടെ ഉള്ളി വഴണ്ടിട്ടുണ്ട്. സവാള നല്ലപോലെ വഴണ്ടു. ഇനി അതിലേക്ക് നമുക്ക് പൊടി വർഗ്ഗങ്ങൾ ചേർക്കാം. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി. 2 ടീസ്പൂൺ മുളക് പൊടി. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതൊന്ന് നല്ലപോലെ വഴലട്ടെ. ഇനി അതിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഫ്ലെയിം കുറച്ച് വെക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിലാണ്. ഈ
ഞണ്ട് റോസ്റ്റിന് ഇച്ചിരി എരിവ് മുമ്പിൽ നിൽക്കുന്നത് നല്ലതാണ്. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ അവസാനം ചേർക്കുന്നുണ്ട്. എരിവ് മുമ്പിൽ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞണ്ട് റോസ്റ്റിന് ഇച്ചിരി എരിവ് വേണം, എരിവ് മുന്നോട്ട് നിൽക്കണം. എന്നാലും ഒരുപാട് ആവുകയും ചെയ്യരുത്, എരിവുള്ളതാണ്. കറിയൊക്കെ ആയി കുറച്ചുകൂടിയൊക്കെ എരിവ് വേണം. ഞണ്ട് കറി വയ്ക്കുന്നതിനേക്കായി കുറച്ചുകൂടി എരിവൊക്കെ വേണം. അപ്പം നമ്മുടെ പൊടി വർഗ്ഗങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് 2 തക്കാളി, മീഡിയം ടൈപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് വഴറ്റാം. അപ്പം നമ്മൾ ഈ തക്കാളി 3-4 മിനിറ്റ് ഒന്ന് വഴണ്ട് ഉടയണം, വെന്തുടയണം. ലോ ഫ്ലെയിമിൽ, കുറച്ചും കൂടെ ഫ്ലെയിമായാലും കുഴപ്പമില്ല. പൊടി വർഗ്ഗങ്ങളൊക്കെ വഴണ്ട് കിട്ടിയല്ലോ. ഈ തക്കാളി നല്ലപോലെ ഇതിൽ വഴണ്ട് ഉടയണം. 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ആ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നല്ല വഴറ്റി എടുക്കണം അല്ലയോ? നമ്മൾ നേരത്തെ ശകലം ഉപ്പിട്ടതാണ്, കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പ് കാണത്തില്ല. നമുക്ക് ഈ ഞണ്ട് നമുക്ക് തക്കാളിയുടെയും സവാളയുടെ ഒക്കെ ഈ കൂട്ടിൽ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. നമ്മുടെ ഞണ്ടൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഞണ്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഞണ്ട് നമുക്ക് ഇടയ്ക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം, അടി പിടിക്കാതെ. ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ അങ്ങനെ ഇടയ്ക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. 6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും ടോട്ടൽ. അപ്പം നമ്മുടെ ഞണ്ട് ഏകദേശം വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വേകുമ്പോൾ ഞണ്ട് നല്ലപോലെ ചുമന്ന് വരും. എന്നിട്ട് നമുക്ക് മനസ്സിലാവും വെന്ത് വരുന്നുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണം. എല്ലാം നല്ലപോലെ ഒന്ന് ഇളവണം. ഇത് വേവുമ്പോൾ നല്ല ചുമന്ന് വരും, കണ്ടോ? ചുമന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ്, ഒരു 6-7 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഈ അടച്ച് വെച്ച് വേവിക്കുന്ന ഈ ഞണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടെ ഹൈ ആക്കി കൊടുക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 6-7-8 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അത് നല്ല പറ്റി കുറുവണം, നല്ല കുഴമ്പ് രൂപത്തിലാവണം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കൊണ്ടേ ഇരിക്കണം, ഇളക്കി പറ്റിക്കണം. അപ്പം നമ്മുടെ ഞണ്ടെല്ലാം നല്ല വറ്റി വരണ്ട് നല്ല പാകമായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കതിനോട്ട് ശകലം കുരുമുളക് പൊടി കൂടി ചേർക്കും. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. അതാണ് അവസാനത്തെ സ്റ്റേജ്. നല്ല ചുവന്ന നിറമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചുമന്ന നിറമായി നല്ല വെന്ത് വെറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.